അർദ്ധരാത്രിയിൽ മുട്ട മോഷണം. ഇന്നലെ രാത്രി സിജോയും ഗബ്രിയും ചേർന്ന് നന്ദനയുടെ അടുത്ത് മുട്ട മോഷ്ടിക്കുന്നതിനെ കുറിച്ചിട്ടെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നന്ദന ഒരു പവർ ടീം അംഗമായതുകൊണ്ട് ആദ്യം നന്ദന ഒന്നാടം പഠിച്ചെങ്കിലും പിന്നീട് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. മുട്ട മോഷണത്തിന്റെ മെയിൻ ആശാൻ സിജോ ആണ്. അങ്ങനെ 3 മുട്ടയെല്ലാം എടുത്ത് സിജോ അവിടെ പുൾസയെല്ലാം അടിക്കുമ്പോൾ നന്ദന ക്യാമറ നോക്കിക്കൊണ്ട് ബിഗ് ബോസിന്റെ അടുത്തായിട്ട് പറയുന്നു, എന്റെ പൊന്നു ബിഗ് ബോസെ, പിള്ളേർക്ക് വിശന്നാൽ പിള്ളേരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്, അതുകൊണ്ട് മുട്ട മോഷണത്തിന് ഞാൻ അവരുടെ കൂടെ നിന്നു, എന്നെ നാറ്റിക്കരുത്, വഴക്ക് പറയരുത് എന്നെല്ലാം പറഞ്ഞ് നന്ദന അവിടെ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ സിജോ പറയുന്നത്, ഞങ്ങൾ ഇതൊരു ഫണ്ണായിട്ട് ചെയ്യുന്ന കാര്യമാണ്, ഞങ്ങളെ നാറ്റിക്കരുത്, അടുത്ത വട്ടം വരുന്ന ഞങ്ങളുടെ മുട്ടയിൽ നിന്നും ഇപ്പോൾ എടുത്ത മുട്ടയെല്ലാം തിരിച്ചു വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിജോ അവിടെ ഓവണിലെല്ലാം വെച്ചിട്ടാണ് പുൽസൈ ഉണ്ടാക്കുന്നത്. ഓവണിൽ വെച്ചിട്ടാകുമ്പോൾ ആരും അറിയില്ല. അങ്ങനെ കുടുംബാംഗങ്ങളുടെ എല്ലാം ശ്രദ്ധ തിരിക്കാനായിട്ട് നന്ദന കിച്ചണിൽ വെച്ച് തന്നെ ഒരു ഗാനമേള എല്ലാം നടത്തുന്നു. സിജോ പറയുന്നുണ്ട്, ആരെങ്കിലും വരുമ്പോൾ സിഗ്നലായിട്ട് നീ സൗണ്ട് ഒന്ന് കുറച്ച് പറയണം. അപ്പോൾ അവിടേക്ക് എന്തായി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഗബ്രി വരുന്നു. എല്ലാവരും വരുന്നതിന്റെ മുന്നേ ആയിട്ട് നമുക്കിത് വേഗം എടുത്ത് കഴിക്കണം. അപ്പോൾ പെട്ടെന്ന് ഓവണിൽ നിന്ന് ഒരു ഒച്ചയെല്ലാം വരുമ്പോൾ സിജോ അവിടെ ഓടിപ്പോയിക്കൊണ്ട് ആ ഒച്ചയെല്ലാം പോക്കാൻ നോക്കുന്നുണ്ട്. ഒടുവിൽ നന്ദന പറയുന്നുണ്ട്, ആദ്യം നമ്മൾ 3 പേര് കഴിച്ച ശേഷം അടുത്ത 3 പേർക്ക് ഓംപ്ലേറ്റ് എല്ലാം അടിച്ചു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് ബുൾസൈ എല്ലാം ഉണ്ടാക്കി കഴിക്കുന്ന സിജോ, നന്ദന, ഗബ്രി ഇവരൊക്കെയാണ് ലൈവിൽ കാണിക്കുന്നത്. മുട്ട മോഷണം എല്ലാം എല്ലാ സീസണിലും പതിവാണ്. എന്നാൽ ഈ ഒരു സീസണിൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ആദ്യം പോയി ചെയ്യുന്ന കാര്യം ആരും കാണാതെ മുട്ടയെല്ലാം എടുത്ത് ഓംപ്ലേറ്റ് ഉണ്ടാക്കും. ഇനി രാവിലെ തന്നെ മുട്ടയെല്ലാം കുറഞ്ഞ പേരിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോൾസെയിൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.